പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ശരിക്കും ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടണം, ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ മീഡിയം ഹീറ്റിട്ടിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ആ ഒരു കിഡ്നി എടുക്കാം. കിഡ്നി എടുത്ത് ഇതിലേക്കിടാം. ഇതെല്ലാം കൂടെ ശരിക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു ഒറ്റ ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്സാണ് ഇത്, ചെറിയ ഗ്ലാസ്സാണ്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ചെറിയ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ആഡ് ചെയ്താലും ഇതുപോലെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, തിക്കായിട്ടിരിക്കും. നമ്മൾ നേരത്തെ ഉപ്പിട്ടിരുന്നു, അതുകൂടാതെ ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കിയ ശേഷം നമുക്ക് കുക്കറിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറിൽ 2 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. 2 വിസിൽ വന്ന ശേഷം അതിൽ എയർ കളഞ്ഞ ശേഷം കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്യാം. 2 വിസിലൊക്കെ വന്നു കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒരു പാൻ എടുക്കാം, നമുക്കതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം കടുകിടാം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടി ആഡ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക്